മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ബോക്സിംഗ് സിനിമ ചെയ്യാം എന്നുള്ള ഇന്റൻഷനിൽ തുടങ്ങിയ സിനിമ. ഒരു അച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട് ഡെഡ്ലി കോമ്പാക്ടിന് ഇറങ്ങുന്നു. ഇതാണ് ആ ലൈൻ ഓഫ് തോട്ട് തന്നെ. വെസ്റ്റേണൈസ്ഡ് സ്പോർട്ട് എന്ന് പറയുന്ന സാധനത്തെ പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി എന്നുള്ള ഇമോഷൻ യൂസ് ചെയ്തത്. 20 minutes ഓഫ് ക്ലൈമാക്സ് ബ്ലോക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന 11 ദിവസം കൊണ്ട്. പ്രഭു മാസ്റ്ററിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൺഡേന സട്ട കിഴിയും. ആന്റണീനെ മോൻ പിടിച്ച് തള്ളിയപ്പോൾ ആന്റണി സമ്മർസോൾട്ട് അടിച്ച് വന്ന ഒറ്റ നിപ്പ് നിന്ന്. അത് അവിടെ നിന്ന് ഉണ്ടായത്. പെപ്പെ ഓട്ടോയിൽ വന്നിറങ്ങി, ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഓട്ടോയിൽ വന്നിറങ്ങി ഷൂട്ട് ചെയ്യാണ്. അത് തുടങ്ങി 4ാമത്തെ ദിവസം എന്താ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 4ാമത്തെ ദിവസം ഞാൻ അത് മോണിറ്ററിൽ കാണുമ്പോൾ ഇയാളുടെ സ്ക്രീൻ പ്രസൻസിൽ എന്താണ് അയാളുടെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇടിക്കുമ്പോൾ പ്രേക്ഷകൻ കൈയടിക്കുന്നത് എനിക്ക് ഇടി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വേദന അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് കൊറിയോഗ്രാഫ്ഡ് സാധനമാണ്. പെപ്പയുടെ ആക്ഷൻ ഇത്രയും ആളിൽ കൈയടിക്കുന്നുണ്ടെങ്കിൽ പെപ്പ ഒരു അസാമാന്യ നടനായുണ്ട്. സംവിധായകൻ ഗോവിന്ദ് വിഷ്ണുവാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. ദാവീദിൻ്റെ സക്സസ്സിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായിട്ട്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്പോർട്സ് ജോണർ എന്നുള്ളത് എന്നും ഭയങ്കര ഈ തൊട്ടാൽ പൊള്ളുന്നൊരു ജോണറല്ല. അത് മലയാള സിനിമയിലായാലും ഏത് ഹോളിവുഡിലായാലും എവിടെയായാലും സ്പോർട്സ് ജോണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാരണം അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്. എപ്പോഴും വിജയിക്കുന്ന, മീൻസ് തുടങ്ങി എസ്റ്റാബ്ലിഷ് ചെയ്ത് അവസാനം വിജയിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഒരു നായകൻ്റെ ജീവിതം കോട്ട് ചെയ്യുന്നുണ്ട്. ഈ ടെംപ്ലേറ്റിലോട് ചേർത്ത് വെക്കുന്ന സിനിമയായിട്ട് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ പാളൽ പേടി ഉണ്ടായിരുന്നോ? ടെൻഷൻ? ഇല്ല, ആ ടെൻഷനേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഥ പറയുമ്പോൾ ഈ കഥ സെലക്ട് ചെയ്തപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത് വന്നാലും 4 കാലേ വീഴുന്നൊരു സിനിമയായിരിക്കും, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. പിന്നെ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഈ ടൈമിൽ ആളുകൾ ഒരുപാട് പേര് എന്താ പറയുക, നമ്മുടെ കുറച്ചും കൂടെ മറ്റേ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർ എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ആളുകളെ എന്താ പറയുക കണക്ഷൻ, സിനിമയോട് കുറച്ചും കൂടെ അടുപ്പം തോന്നാനും ഇഷ്ടം തോന്നാനും സിനിമ സെലക്ട് ചെയ്യാനും ഒരു റീസണോട് അതാകും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം നമുക്ക് പിന്നെ സ്പോർട്സ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അഡ്രിനാലിൻ റഷസ് ഉള്ള സീൻസ് ക്രിയേറ്റ് ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം പടം മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ബോക്സിംഗ് സിനിമ ചെയ്യാം എന്നുള്ള ഇന്റൻഷനിൽ തുടങ്ങിയ സിനിമയാണ് ദാവീദ്. ഇപ്പോൾ ഗോവിന്ദ് വിഷ്ണു എന്ന സംവിധായകൻ്റെ ഇപ്പോൾ ഒരു പേഴ്സണലി ടേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ജോണർ സ്പോർട്സും ആക്ഷനും തന്നെ ആയിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ ആസ് എ വ്യൂവർ കൂടെയാണ്? വ്യൂവർ കൂടെ ആക്ച്വലി ആക്ഷൻ ആണ്. ഞാനത് വളരെ വൈകി മനസ്സിലാക്കിയ ഒരാളാണ്. കാരണം ഞാൻ സെലക്ട് ചെയ്ത് പോയി കാണുന്ന, ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന, ഞാൻ OTTയിൽ കാണുന്ന സിനിമകൾക്കെല്ലാം ഒരു തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ട്. ഇപ്പം ആക്ഷൻ ആവും, ആക്ഷൻ അഡ്വഞ്ചർ ആവും, ആക്ഷൻ ഈ പറയുന്നത് സ്പോർട്സ് ആകും. അതിൽ ആക്ഷൻ ഒരു വലിയ എലമെൻ്റാണ്. ഞാൻ ബേസിക്കലി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ആക്ഷൻ ഈസ് ദ ബെസ്റ്റ് ടൂൾ ടു കണക്ട് ദ പീപ്പിൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അതേപോലെ ജീവിതം കാണുന്നതിനേക്കാൾ ലിറ്റിൽ ബിറ്റ് എക്സാജറേറ്റ് ചെയ്ത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കാത്ത ഇത് നമ്മുടെ സ്ക്രീനിൽ കാണാം. ഇപ്പം ചുമ്മാ ഞാൻ പറയുന്നത്, ഇപ്പോൾ അതായത് വീടിൻ്റെ മുകളിൽ കയറിയിരുന്ന് നായകനും നായികയും പാട്ട് പാടുന്നു എന്ന് പറയുന്ന സീക്വൻസ് ചിലപ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും, പക്ഷെ അത് രസമാണ്, അത് കാണാൻ രസമാണ്. അങ്ങനെ ആളുകൾ ചെയ്യുമെന്നല്ല, പക്ഷെ ഇത് കാണാൻ രസമാണ്. അപ്പം ലിറ്റിൽ സിനിമ ഒരു പടി എക്സാജറേറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലുപരി ആളുകളെ കണക്ട് ചെയ്യണം. അപ്പം ആക്ഷൻ ഒരു ഗംഭീര ടൂളാണ്. ആളുകളെ എന്താ പറയുക പിടിക്കാനുള്ള, ഹുക്ക് ചെയ്യാനുള്ള ഒരു ഗംഭീര ടൂളായിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു എക്സ് ഫാക്ടറോട് ഉണ്ടെങ്കിലേ ആളുകൾ തിയേറ്ററുകളിലേക്ക് വരികയുള്ളൂ. USB. അപ്പം ആക്ഷൻ ഓക്കെ, അവർക്ക് നിത്യജീവിതത്തിൽ കാണാൻ പറ്റാത്തൊരു സാധനമാണ് അടിച്ച്. അപ്പോൾ അതാ തിയേറ്ററിൽ വന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ ആക്ഷൻ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടുകൂട്ടിയത് ആക്ഷൻ ഭയങ്കര ഫേവറേറ്റ് സാധനം തന്നെയാണ്. ഈ ദാവീദിൻ്റെ ഇപ്പോൾ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിലും ആക്ഷൻ്റെ കൂടെ ഈ അതായത് ഫാമിലിക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ എന്നുള്ളത്, ഇപ്പോൾ ജോൺ വിക്കൊക്കെ നേരത്തെ കോട്ട് ചെയ്ത പോലെ, എന്നാൽ കൂടെ അതിന് വ്യത്യസ്തമായിട്ട് ഒരു ഫാമിലി കാണാൻ അല്ലെങ്കിൽ ഫാമിലി ഒന്നിച്ച് വന്ന ആക്ഷൻ കാണാൻ എന്നുള്ളൊരു ഡിസൈനിൽ ഇതും തുടക്കമൊക്കെ ഓക്കെ ഫാമിലി കൂടെ കാണാൻ പറ്റണം, അവർക്കും കൂടെ കണക്ട് ചെയ്യണം, അത്തരത്തിലൊരു ആക്ഷൻ എന്നായിരുന്നു. ഫാമിലിയും കൂടെ കാണാന്നല്ല, ഫാമിലിക്ക് കാണേണ്ട. അങ്ങനെ തന്നെ ഞാൻ വിവാഹം കഴിഞ്ഞ്
ഇന്ന് വരെ ഏതൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ അത് ആക്ഷൻ പടം കഴിഞ്ഞാൽ ഭാര്യയുടെ ഒരു തെറി ഉറപ്പാണ്. ഞാനൊരിക്കൽ വൈഫിനെയും കൂട്ടിയിട്ട് ബുള്ളറ്റ് ട്രെയിൻ കാണാൻ പോയി. അപ്പം അന്ന് കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു ആക്ഷൻ പടം ആയിരിക്കും നമുക്ക് എടുക്കുക. പിന്നെ ഒരു വെസ്റ്റേണൈസ്ഡ് സ്പോർട്ടാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. അതിൽ കേരളത്തിൽ ശരിക്കും ഞാൻ ഇതിൻ്റെ റിസർച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് കേരളത്തിൽ എത്രത്തോളം ബോക്സിംഗ് ഉണ്ട് എന്നാണ്. പക്ഷേ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ബോക്സിംഗ് ഭയങ്കരമായിട്ട് കേരളത്തിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ആ വെസ്റ്റേണൈസ്ഡ് സ്പോർട്ടിനെ നമ്മൾ പറയുമ്പോൾ അതിന് പ്രേക്ഷകൻ ഈസി ആയിട്ട് കണക്റ്റ് ആവുന്ന ഒരു എലമെൻറ്റ് വേണം. അതാണ് അച്ഛൻ മകൾ റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പ്, ആ ഫാമിലി എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ടുവന്നിരിക്കുക. കാരണം ഒരു ഫസ്റ്റ് തോട്ട് തന്നെ ഒരച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട് ഡെഡ്ലി കോമ്പാക്റ്റിന് ഇറങ്ങുന്നു. ഇതാണ് ആ ലൈൻ ഓഫ് തോട്ട് തന്നെ. അത് ഫാമിലിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പടം എടുത്തത്. ഒരു പെൺകുട്ടിയുള്ള അച്ഛൻ വന്നാൽ അയാൾക്കൊരു ട്രീറ്റ് ആയിരിക്കും സിനിമ നമ്മൾ പറഞ്ഞു വെച്ചത് എല്ലാ പെൺകുട്ടികൾക്കും അച്ഛനായിരിക്കും ആദ്യത്തെ ഹീറോ. അവൾ ആഗ്രഹിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പം ആ എലമെൻറ്റിലേക്ക് ആ ഹീറോ എത്തുന്നതാണ് കഥ, ആ അച്ഛൻ എത്തുന്നതാണ് കഥ. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുത്ത പടമാണ്, ഫാമിലി വന്ന് കാണേണ്ട പടമാണ്. എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ ചോദിച്ചായിരുന്നു, അപ്പം നമ്മൾ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇത് പയ്യന്മാരൊക്കെ വന്ന് ഇത് വർക്കാവുമോ മോനെ എന്ന് ചോദിച്ചായിരുന്നു സെഞ്ചുറി കൊച്ചുമോൻ സാറ്. അപ്പോൾ എൻ്റെ റൈറ്റർ ദീപു രാജീവൻ അതിനൊരു മറുപടി പറഞ്ഞു, സാറേ ഈ പയ്യന്മാരും വരുന്നത് ഫാമിലി നിന്നാണല്ലോ, ഒരു ഇമോഷൻ കണക്റ്റ് ആവും. അതിനാണ് നമ്മൾ ആ ഒരു വെസ്റ്റേണൈസ്ഡ് സ്പോർട്ട് എന്ന് പറയുന്ന സാധനത്തെ പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി എന്നുള്ള ഇമോഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, ഈ കേരളത്തിന് ഇതിൻ്റെ ഒരു റിസർച്ച് മോഡലിലേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിൽ എത്രത്തോളം ബോക്സിംഗ് വ്യാപിച്ച് കിടക്കുന്നു അതിൻ്റെ ഒരു സാധ്യതയൊക്കെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇതിനോട് കണക്ട് ചെയ്തായിരുന്നു വിജയരാഘവൻ ചേട്ടൻ്റെ ഇതിലെ ക്യാരക്ടർ, ആശ എന്നുള്ള പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു റിയൽ ഇൻസിഡൻറ്റും കൂടെ ആണല്ലോ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബോക്സിംഗ് ഗ്രാമം എന്നൊക്കെ പറയുന്ന ഇതിനെ ഇപ്പോൾ സിനിമാറ്റിക് ആക്കണം എന്നൊരു സാധനമുണ്ട്, എന്നാൽ റിയൽ ലൈഫിൻ്റെ ഒരു ജെന്യുവിനിറ്റി കളയരുത് എന്നൊരു സംഗതി കൂടെ ഉണ്ടല്ലോ. ഇതെങ്ങനെയായിരുന്നു ഈ ടൂള് ഇതിലേക്ക് വരുന്നത്, ഫിക്ഷണലൈസ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ദാവീദിൻ്റെ കഥ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുമ്പോൾ ഭയങ്കര അൺബിലീവബിൾ ആയിട്ടൊരു കഥയാണ് ദാവീദിൻ്റെ. ഒരു വിദേശ ബോക്സർ വരുന്നു, ഇവിടെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരു കഥയാണ്. അപ്പം അൺബിലീവബിൾ ആയിട്ടൊരു കഥയെ ഫസ്റ്റ് നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ ബിലീവബിലിറ്റിയോട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ദാവീദിൻ്റെ ഫസ്റ്റ് ടാസ്ക്. അപ്പം അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ ആളുകൾക്ക് ചിരപരിചിതമായിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് കഥ കൊണ്ടുവരണം, അവർ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ വരണം. അപ്പോൾ അതിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിൽ കോഴിക്കോട് പൂളാടിക്കുന്ന് എന്ന് പറയുന്നൊരു ബോക്സിംഗ് ഗ്രാമമുണ്ട്. അവിടെ 55 വർഷം വിവാഹം പോലും കഴിക്കാതെ ബോക്സിങ്ങിന് വേണ്ടിയിട്ട് തൻ്റെ സ്വത്തുക്കൾ വരെ എഴുതി കൊടുത്ത് ഒരു മനുഷ്യനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വനിതാ ബോക്സിങ് ആദ്യമായിട്ട് ആരംഭിച്ചത് പുള്ളിയാണ്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാളെ ലോകം അറിയണം എന്ന് തോന്നി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളിൽ നിന്ന് നമ്മൾ റൈറ്റ്സ് വാങ്ങിയിട്ട് ഈ പടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ ബിലീവബിലിറ്റി കൂട്ടുക എന്ന് പറയുന്ന എലമെൻ്റ് കൊണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിൽ ശരിക്കും ദാവീദിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വളരെ സറിയലിസ്റ്റിക് ആയിട്ട് തുടങ്ങി റിയലിസ്റ്റിക് ആയിട്ട് തീരുന്നൊരു സിനിമയാണ് ദാവീദ്. അപ്പം ഒരു തുടക്കം തൊട്ട് ഒരു ഒടുക്കം വരെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അത്രയും സറിയലിസ്റ്റിക് ആയിട്ടാണ് മകൾ അച്ഛനെ എന്തായിട്ട് കാണുന്നു എന്ന രീതിയിൽ തുടങ്ങി അച്ഛൻ അവിടെ ലാൻഡ് ചെയ്യുന്നിടത്താണ് സിനിമ തീരുന്നത്. ഈ പറയുന്ന പോലെ ടെംപ്ലേറ്റും ഞാനത് ഒരു സ്പോയിലർ സ്വഭാവം പറയുന്നില്ല, പക്ഷെ സ്ഥിരം ടെംപ്ലേറ്റ് വരാതിരിക്കാനുള്ള ഒരു ശ്രമവും കൂടെ. അതെ, തീർച്ചയായിട്ടും അത് ആദ്യത്തെ തോട്ടിൽ ഉണ്ടായിരുന്നു, ടെംപ്ലേറ്റിലേക്ക് പോകരുത്. പക്ഷേ സിനിമ ആളുകളെ തോന്നിപ്പിക്കണം, ഞങ്ങൾ അങ്ങോട്ടാണേ പോകുന്നത് എന്ന് തോന്നിപ്പിച്ചിട്ട് അവർക്കൊരു മൊമെന്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് 2-3 പേരും പറഞ്ഞു, അയ്യോ അതെന്താ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത്. പക്ഷെ അതാണ് ദാവീദ് ഇനി റീഡ് ചെയ്യപ്പെടുമ്പോൾ ഈ ബിക്കോസ് ഓഫ് ദിസ് ക്ലൈമാക്സ് ആയിരിക്കും ദാവീദ് എന്നും ഓർക്കാൻ പോകുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ക്ലൈമാക്സിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇതിലൊരു ഓൾമോസ്റ്റ് ഒരു 15 തൊട്ട് 20 മിനിറ്റ് ഡ്യൂറേഷൻ വരെയുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഇതിൽ
ഗൂസ് പംപ്സ് മൊമെൻ്റ് ഉണ്ട്, അത് ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്യണം. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഈ എക്സ് ഫാക്ടർ നമ്മൾ നിലനിർത്തണം, ഈ ടെംപ്ലേറ്റിനെ പൊളിച്ചെടുക്കണം. ഇതുപോലുള്ള തോട്ട് വരും, അതായത് ആളുകൾ ചിലപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പോയത് എന്ന ചോദ്യമൊക്കെ വരും. ക്ലൈമാക്സ് ഡിസൈൻ, അതിൻ്റെ എഴുത്ത് ടു എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കും ഈ ഡിസൈൻ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു? ശരിക്കും ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ക്ലൈമാക്സിൻ്റെ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഹിറ്ററായ ബോക്സർ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊരു ബോക്സറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഇനിഷ്യൽ തോട്ട്. പിന്നെ ആ സിനിമയിലുള്ള പോലെ വേൾഡ് ചാമ്പ്യൻ വേഴ്സസ് കോമൺ മാൻ എന്ന് പറയുന്നതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടുള്ള റേജിങ് ബുള്ള്, ക്രീഡ്, റോക്കിയൊക്കെ ആ ക്ലൈമാക്സ് ഫൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പടം കാണുന്നത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത് മലയാള സിനിമയിൽ 12 മിനിറ്റുള്ള ബോക്സിംഗ് ഫൈറ്റ് പ്ലസ് അതിനോടൊപ്പം തന്നെ 8 മിനിറ്റ്സ് ഉള്ള ഒരു ക്ലൈമാക്സ് പോർഷൻ, ഇതാണ് ആ സിനിമയിലുള്ളത്. അപ്പോൾ ഈ 12 മിനിറ്റുള്ള ക്ലൈമാക്സിന് വേണ്ടിയിട്ടാണ് ആ പടം ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഓഫർ ചെയ്യാൻ പറ്റുന്നത് ആ ക്ലൈമാക്സ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടതും ക്ലൈമാക്സ് ആണ്. ഇപ്പോൾ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ആദ്യം റെഫർ ചെയ്തു. ആ സിനിമകൾ റെഫർ ചെയ്തതിന് ശേഷം ഒറിജിനലായിട്ടുള്ള ബോക്സിംഗ് മത്സരങ്ങൾ കണ്ടു. അതിലെങ്ങനെയാണ് ആളുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ഒരു 3 മിനിറ്റുള്ള റൗണ്ടിൽ ശരിക്കും ബോക്സിംഗ് മത്സരം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ ഇങ്ങനെ നിൽക്കത്തതേ ഉള്ളൂ കുറേ നേരം, അവസാനം ഒരു ഇടി ഒക്കെ കൊടുത്താലായി. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. അപ്പം ബേസിക്കലി ഫസ്റ്റ് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ ഉള്ളിൽ പോയി, അത് സാലുവിൻ്റെ കോളായിരുന്നു, ക്യാമറ ഉള്ളിൽ പോയി അവരുടെ ഇമോഷനൂടെ ക്യാപ്ചർ ചെയ്യണം എന്ന രീതിയിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ റൗണ്ട് ബൈ റൗണ്ടായിട്ട് നമ്മളിതിനെ എഴുതി. ഈ റൗണ്ടിൽ ഇതാണ് സംഭവിക്കേണ്ടത്, ഈ റൗണ്ടിൽ ഇതാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ 4th റൗണ്ടിൽ ഇത് സംഭവിക്കുന്നു. അപ്പോൾ 4th റൗണ്ടിൽ ഇപ്പോൾ ക്യൂബൻ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേ ഓഫാണ് നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ റൗണ്ടും എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രഭു മാസ്റ്റർ, ഫൈറ്റിൻ്റെ പ്രഭു മാസ്റ്റർ വന്നു. പ്രഭു മാസ്റ്റർ കം അപ്പ് വിത്ത് ഗുഡ് ഐഡിയാസ്. അത് വന്ന് നമ്മൾ ആ ഫൈറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. എന്നിട്ട് 2 ബോക്സേഴ്സിനെ നമ്മൾ വരുത്തി. ബോക്സേഴ്സിനെ വരുത്തിയിട്ട് അവരെ വെച്ചിട്ട് നമ്മൾ ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്ത് റൗണ്ട് ബൈ റൗണ്ട്. ഇപ്പോൾ നൗഫർ ഖാൻ എന്ന് പറഞ്ഞ് കൊല്ലത്തുള്ളൊരു ബോക്സർ ഉണ്ടായിരുന്നു, തൃശ്ശൂരുള്ള ടിൻസൺ ഉണ്ടായിരുന്നു, പിന്നെ അഭിലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സർ ഉണ്ടായിരുന്നു, പിന്നെ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ജിതിൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സർ ഉണ്ടായിരുന്നു. ആൾ ദുബായിലാണ്, ആളും ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് ഈ ക്ലൈമാക്സ് ഫൈറ്റ് അവർ ടിൻസണും നൗഫറും കൂടെ ഫൈറ്റ് ചെയ്ത് എന്നിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് മോ ഇസ്മായിൽ എന്ന് പറയുന്ന ആക്ടറെയും പെപ്പേനെ നമ്മൾ പഠിപ്പിച്ചിട്ട് അവരെ വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പ്രാക്ടീസ് ചെയ്തിട്ടാണ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നത്. നമ്മൾ 12 മിനിറ്റ്സ് ഓഫ് ഏതാണ്ട് 20 മിനിറ്റ്സ് ഓഫ് ക്ലൈമാക്സ് ബ്ലോക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന 11 ദിവസം കൊണ്ടാണ്. ലിറ്ററലി 11 ദിവസം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇടിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രഭു മാസ്റ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൺഡേന സട്ട കിഴിയും. അത് രണ്ടുപേർക്ക് നല്ല ഇടി കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവർ അത്രയും എഫേർട്ട് എടുത്ത്. ഈ ആ മൊമെൻറ്റ്സും എല്ലാം അങ്ങനെ നമുക്ക് അതുകൊണ്ടാണ് റിയലായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഏറ്റവും അവിഭാജ്യമായ 2 ഘടകങ്ങൾ ആ ക്ലൈമാക്സിനെ വർക്കൗട്ട് ആക്കിയിരിക്കുന്നതിൽ ഒന്ന് മ്യൂസിക്, അത് വലിയ പങ്കുണ്ട്. അതിലുപരി ഒരു ആക്ഷൻ സിനിമ വർക്കാവാനായിട്ട് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ സൗണ്ട് ഡിസൈനാണ്. ഇടിച്ച ഇടി മറ്റേ കിൻഡര് പോലെ ഫീൽ ചെയ്യുന്നതിൻ്റെ ഡിസൈൻ, ആ സൗണ്ട് ഡുമാന്നിരിക്കണം. അത് കൊണ്ടുവന്ന രംഗേട്ടനും. അപ്പം ഇത്രയും ഫാക്ടറുകൾ ഒരുമിച്ച് വന്നു. പിന്നീട് നമുക്കൊരു തോട്ടൂടെ വേണം. നമുക്ക് വീണ് കിട്ടും ചില സാധനങ്ങൾ, അത് നമുക്ക് എടുക്കാനുള്ള ഒരു മനസ്സുകൂടെ നമുക്ക് വേണം. അതായത് ആൻ്റണീനെ പിടിച്ച് തള്ളിയപ്പോൾ ആൻ്റണി സമ്മർസോൾട്ട് അടിച്ച് വന്ന ഒറ്റ നിപ്പ് നിന്ന് അത് അവിടെ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഇടിച്ചിട്ട് ആൻ്റണി അടുത്ത് നടന്നു വരാനേ നമ്മൾ പറഞ്ഞുള്ളൂ. കൈ കുടഞ്ഞിട്ട് ആൻ്റണിയാണ് സ്റ്റൈലായിട്ട് വന്നത്. അത് ആൻ്റണിയുടെ ഇൻപുട്ടാണ്, കൊറിയോഗ്രാഫ്ഡ് അല്ല. അത് കൊറിയോഗ്രാഫ്ഡ്. കാരണം ഇടിച്ചിട്ട് നടന്നു വരണമെന്ന് മാത്രമേ നമുക്ക് തോട്ടുള്ളൂ. അപ്പോൾ ആ ആക്ടർ ഇട്ടതാണ് ആ കൈയോടയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംപ്രൊവൈസേഷൻ നമ്മളത് ഓക്കെ അടിപൊളി, അത് നമ്മളെടുത്തു.
ആ സമ്മർസോൾട്ട് അടിച്ച് വന്ന് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം നമ്മുടെ കൂടെ റഫറി ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നാഷണൽ റഫറിയാണ്, രമേശ് ചേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം. എൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ചെയ്യും? ഉറപ്പായിട്ട് ചെയ്യും, കാരണം അയാൾ തള്ളിയതാ, നീ എഴുന്നേറ്റ് നിന്നില്ലേ. പിന്നെ ഓക്കെ നമ്മൾ നിയമത്തിൽ ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അപ്രിസിയേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സേഴ്സ് എല്ലാവരും കണ്ടിട്ട് ബോക്സിങ്ങിനോട് നീതി പുലർത്തിയ സിനിമ എന്നും, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ, അതായിരുന്നു ഈ സിനിമ എടുക്കുമ്പോൾ ലക്ഷ്യം. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതുണ്ടോ എന്ന് പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ കട്ട് ഷോട്ട്സ് രണ്ടുപേരും. പക്ഷേ സാലു ഭയങ്കര എന്താ പറയുക, സ്പോണ്ടേനിയസ് ആയിട്ടൊരു ക്യാമറമാനാണ്. ആൻ്റണി വീണപ്പോൾ തന്നെ സാലു ക്യാമറയായിട്ട് അതിൻ്റെ കൂടെ പോയി പിടിച്ചത്. കാരണം സാലുവിന് മനസ്സിലായി അതൊരു തിയേറ്റർ മൊമെൻ്റ് ആണെന്ന്. അപ്പോൾ അങ്ങനെ ഇത്രയും ഫാക്ടേഴ്സ് കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ആ ക്ലൈമാക്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയി. ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് വെക്കണ്ടേ, ഇപ്പോൾ ഇതിൽ ബോക്സിങ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് ഇവർക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ നോ ഹൗ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ഇപ്പോൾ റഫറൻസ് സിനിമകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തിറങ്ങാൻ പോകുന്നൊരു ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞൊരു വീണ്ടും ഒരു അത് അമച്ചർ ബോക്സിംഗ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഗോദ എന്ന് പറഞ്ഞ സിനിമ അത് ഗാട്ടാ ഗുസ്തിയാണ്. സർപ്പട്ട പരമ്പരയായാലും ഇരുസുട്ടായാലും ഇതൊക്കെ ഇതിൻ്റെ മേക്കേഴ്സിനെ സംബന്ധിച്ച് ഇവർക്ക് ഇതിൻ്റെ മൊത്തം ടെക്നിക്കലി ഇവരും കൂടെ സൗണ്ട് ആവണം എന്നുള്ള ഇതില്ല. ബ്രോനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ബോക്സിംഗ് ഈ സിനിമയ്ക്ക് വേണ്ടി പഠിക്കുക എന്നായിരുന്നോ അതോ മുമ്പ് തന്നെ ബോക്സിങ്ങിൻ്റെ നിയമവശങ്ങളും ഇതിൻ്റെ ടെക്നിക്കൽ നോ ഹൗ ഉള്ള ഒരാളാണോ? അല്ലല്ല, എനിക്ക് ആക്ച്വലി ബോക്സിംഗ് സിനിമകൾ കണ്ടുള്ള ശീലമേ മുമ്പുള്ളൂ. ഈ സിനിമ എഴുതി എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനോട് അതായത് ഫസ്റ്റ് തോട്ട് ഇത്രയേ ഉള്ളൂ. കാരണം ഇവിടെ ആളുകൾ ഒരുപാട് സിനിമകൾ പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഉടായിച്ചടിച്ച് വെച്ചാൽ ഉറപ്പായിട്ടും പിടിക്കും, പിടിക്കുകയും ചെയ്യും, നല്ല തെറിയും വിളിക്കും. അപ്പോൾ അത് കേൾക്കരുത് എന്ന് നമുക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് തിയററ്റിക്കലി പഠിച്ചു. എന്നെ സഹായിച്ചതിൽ ജിതിൻ ചേട്ടൻ, അതായത് നാഷണൽ ബോക്സറാണ്. അല്ല, റഫറായിട്ട് നിന്ന് രമേശ് ചേട്ടൻ. രമേശ് ചേട്ടൻ പൂളാടിക്കുന്നിലെ ഈ പറയുന്ന യഥാർത്ഥ രാഘവേട്ടൻ്റെ ശിഷ്യനാണ്. അപ്പോൾ രമേശ് ചേട്ടനായിട്ടൊക്കെ ഒരുപാട് സിറ്റിങ്ങിൽ ഇരുന്നിട്ടാണ് ഓരോ അതായത് ഒരു മത്സരം രമേശനിട്ട് കാണിച്ചിട്ട് അതിനെ ഡീകോഡ് ചെയ്യും, എന്നിട്ട് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഇതാണ് സംഭവിച്ചത്. ശരിക്കും ബോക്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫൈറ്റ് ഇത്രയും ആകർഷകമായി എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹുക്ക്, ജാബ്, ക്രോസ്, അപ്പർ കട്ട് ഇങ്ങനെയുള്ള കുറച്ച് പഞ്ചുകൾ മാത്രമാണ് ബോക്സിങ്ങിനുള്ളത്. ആ പഞ്ചുകൾ വെച്ചാണ് 12 മിനിറ്റ് ഞങ്ങൾ എൻഗേജിങ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാണാൻ കഴിയുന്ന അത്രയും മത്സരങ്ങൾ കണ്ടു. ആ മത്സരങ്ങളെ ബോക്സിങ് നന്നായിട്ട് അറിയാവുന്ന ബോക്സേഴ്സിനെ കൊണ്ട് മത്സരങ്ങളുടെ ലൈവ് ഡീകോഡിങ് പോലെ ഞാൻ ചെയ്യിപ്പിച്ചെടുത്ത്. അതിലെനിക്ക് രമേശ് ചേട്ടൻ സഹായിച്ചിട്ടുണ്ട്, ജിതിൻ ചേട്ടൻ സഹായിച്ചിട്ടുണ്ട്, നൗഫർ ഖാൻ സഹായിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ടിൻസൺ സഹായിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും പിന്നീട് ആൻ്റണി ഇത് ഗംഭീരമായിട്ട് പഠിച്ചു. ഇപ്പം വിജയരാഘവൻ ചേട്ടൻ്റെ ഒരു ഡയലോഗിൽ പറഞ്ഞാൽ, നമ്മൾ ഇടിക്കുന്ന ഇടി പ്രേക്ഷകന് തോന്നണമെങ്കിൽ നമ്മൾ ഇടി കൊള്ളുന്ന ഇടി നമുക്ക് അത്രയും വേദന എടുത്തു എന്ന് പറയാം. അപ്പോൾ അയാൾ അത് നന്നായിട്ട് അഭിനയിച്ചു. അതുകൊണ്ടാണ് അതായത് ഞാൻ കഥ പറയാൻ പോയപ്പോൾ ആൻ്റണിയോട് പറഞ്ഞിരുന്നു, ഒരു ബോക്സിങ് ഔട്ട്ഫിറ്റിലേക്ക് വരണം, ഇതാണ് നമുക്ക് വേണ്ട ഒരു ശരീരഘടന, ഭയങ്കര ഫ്ലെക്സിബിളായിട്ടൊരു ബോക്സറായിട്ട് എല്ലാവർക്കും തോന്നണമെന്ന് പറഞ്ഞു. ഞാൻ 71 ദിവസമാണ് പടം ഷൂട്ട് ചെയ്തത്. 60ാമത്തെ ദിവസമാണ് ഞാൻ ബോക്സിങ് ക്ലൈമാക്സ് ഷൂട്ടിലോട്ട് കയറുന്നത്. ക്ലൈമാക്സ് ഷൂട്ടിൻ്റെ അന്ന് അയാൾ അതുപോലെ വന്നു നിന്നു. അങ്ങനെ വന്ന് കൃത്യമായിട്ട് നിന്നു. അതിനോടൊപ്പം തന്നെ അത് പഠിച്ചു. കാരണം എന്നെക്കാൾ കൂടുതൽ അതിനോട് ആഗ്രഹം ആൻ്റണി പെപ്പയ്ക്കായിരുന്നു. പുള്ളിക്ക് ഹുക്ക് പ്രോപ്പർ ആയിരിക്കണം, അപ്പക്കട്ട് പുള്ളിയുടെ പ്രോപ്പർ ആയിരിക്കണം, ലീവ്സ് പ്രോപ്പർ ആയിരിക്കണം, ലെഗ് മൂവ്മെൻറ്റ്സ് പ്രോപ്പർ ആയിരിക്കണം, സ്റ്റാൻഡ് പ്രോപ്പർ ആയിരിക്കണം എന്ന് പുള്ളിക്കുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഈ റഫറി ആയിട്ടുള്ള രമേശ് ചേട്ടൻ കട്ട് കണ്ടിട്ട് പറഞ്ഞു, എടാ ഒരു ഹാർഡ് ഹിറ്ററും ഫ്ലെക്സിബിളായിട്ടൊരു ബോക്സറും ആയിട്ടുള്ള ഫൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ഫൈറ്റായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു ലൈസൻസ് ആയി കിട്ടിയിരുന്നു അല്ലേ ഇതിൻ്റെ ബോക്സിംഗ്. അത് കേരള ബോക്സിംഗ് അസോസിയേഷൻ ഇത് കണ്ടിരുന്നു. അപ്പോൾ അത്രയും ഓതൻറ്റിക് ആയെന്ന് അവർക്ക് ഫീൽ ചെയ്തപ്പോഴാണ് അവർ ആ ലൈസൻസ് അദ്ദേഹത്തിന് കൊടുത്തത്. പെപ്പയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പെപ്പയുടെ ഇടിപ്പടം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഇടിപ്പടങ്ങളാണ്. പക്ഷേ അതിൻ്റെ ജോണർ വ്യത്യാസമുണ്ട് ഉറപ്പായിട്ടും.
ഇതിലിപ്പോൾ ദാവീദിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ നേരെ സംസാരിച്ചാൽ പെപ്പെ ആസ് എ പെർഫോമർ കൂടെ ഇടി മാത്രമല്ലല്ലോ. ഇപ്പോൾ കിൻഡൽ ഇടി ഇതിനൊക്കെ ഇടി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പാരലി ഒരു ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റ് ചെയ്ത് പെർഫോമൻസ് ആവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. അത്തരത്തിലും കൂടിയാണ്. അപ്പോൾ പെപ്പയുടെ പറ്റിയുള്ളൊരു നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്കിലും ആ രീതിയിലും കൂടി ഉണ്ട്. പെപ്പെ ആക്ച്വലി ബ്രില്യൻ്റ് ആക്ടറാണ്. ബ്രില്യൻ്റ് ആക്ടറിനെക്കാട്ടി അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അൺമാച്ചബിൾ ആണ്. കാരണം ഞാൻ ഒരു പെപ്പെ ഓട്ടോയിൽ വന്നിറങ്ങി, ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഓട്ടോയിൽ വന്നിറങ്ങി ഷൂട്ട് ചെയ്യാണ്. അത് തുടങ്ങി 4ാമത്തെ ദിവസം എന്താ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 4ാമത്തെ ദിവസം ഞാൻ അത് മോണിറ്ററിൽ കാണുമ്പോൾ ഇയാളുടെ സ്ക്രീൻ പ്രസൻസിൽ എന്താണ് അയാളുടെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരാളെ കൊണ്ട് നമുക്ക് എന്തും ചെയ്യിക്കാം. പിന്നെ തിരിയുന്നതൊക്കെ ഭയങ്കര രസമാണ് പെപ്പെ തിരിയുന്നത്. ഇപ്പോൾ പണ്ട് നമ്മൾ പറയും സുരേഷ് ഗോപി തിരിയുന്നത് കാണാൻ ഭയങ്കര രസമാണ്, അതുപോലെ സ്വാഗ് ഉണ്ട് പെപ്പെ തിരിയുന്നതിന്. ഇപ്പോൾ ഷോർട്ട് ഡിവിഷൻ ഇല്ലാത്ത കുറേ ഷോർട്സ് ആ മൊമെൻറ്റ് കിട്ടുന്നതാണ്. സൈജുവേട്ടൻ ഇനി ഇടി എന്ന് പറയുമ്പോൾ പെപ്പെ ഒരു തിരിയിൽ തിരിച്ച് അപ്പോഴാണ് സാലുവിൻ്റെ അടുത്ത് പറഞ്ഞത് എടാ ഇതിനെ എൻഹാൻസ് ചെയ്തിട്ട് അപ്പോൾ അവിടെ പെപ്പയുടെ സ്വാഗ് 100% ആണ്. അപ്പം എല്ലാവർക്കും ഒരു ഏരിയ പെപ്പെ ആസ് എ പെർഫോമർ എത്രത്തോളം ആയിരിക്കും കുട്ടിയായിട്ടുള്ള ഇമോഷണൽ സീൻസ് ചെയ്യുന്നതെന്ന് ഉള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് വിജയരാഘവൻ ചേട്ടൻ ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ എടാ, അതായത് അമിതാഭ് ബച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടിക്കുമ്പോൾ പ്രേക്ഷകൻ കൈയടിക്കുന്നത് എനിക്ക് ഇടി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വേദന അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന്. അപ്പോൾ ഒരു ആക്ഷൻ എന്ന് പറയുന്ന കൊറിയോഗ്രാഫ്ഡ് സാധനമാണ്. പെപ്പയുടെ ആക്ഷൻ ഇത്രയും ആളിൽ കൈയടിക്കുന്നുണ്ടെങ്കിൽ പെപ്പ ഒരു അസാമാന്യ നടനായോണ്ടല്ലേ, മുന്നത്തെ സീനിൽ ആ ഫീലിംഗ് കിട്ടുന്നതുകൊണ്ടാണ്. അസാമാന്യ നടനായോണ്ടല്ലേ, കാരണം അയാൾ ആക്ഷൻ ഫലിപ്പിക്കുകയല്ലേ, നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ട് ചെയ്യല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ഒരു ഇതും തോന്നിയിരുന്നില്ല. അദ്ദേഹം അതിൽ കുട്ടികളുമായിട്ടുള്ള സീൻസ് വരുമ്പോൾ എനിക്ക് അതിൽ എന്തുകൊണ്ട് ഇടിക്കാൻ ഇറങ്ങുന്നില്ല, പേടിയാണ് എന്ന് പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് പല രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെപ്പ എടുത്ത് പറഞ്ഞ് എടാ ചുമ്മാ ഒന്ന് പെർഫോം ചെയ്യും റിഹേഴ്സലിൽ, നിനക്ക് ഇഷ്ടമുള്ളോട്ട് പറയാൻ പറഞ്ഞു. പെപ്പെ പറഞ്ഞാണ് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് പേടിയായിട്ട് അടി ചെയ്തത്. അതായിരുന്നു അവിടെ വേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ അദ്ദേഹം ആസ് എൻ ആക്ടർ ഒന്നത്തെ കാര്യം അയാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എനിക്കിത് നന്നാക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി കഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കും. എടാ ഇത് ഓക്കെ ആണോ, നിനക്ക് ഇനിയും വേണോ എന്നൊക്കെ വന്നിട്ട് ചോദിക്കും. നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലടാ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്യാം, നിനക്ക് ഓക്കെ ആണോ എടുക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ആക്ടറാണ്. ശരിക്കും ആ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മലയാളം. അയാളെ ഇനിയും ഒരുപാട് സൈഡുണ്ട്. കാരണം ഞാൻ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ദാവീദ് സെലക്ട് ചെയ്തത്, ഇതിൻ്റെ ആക്ഷൻ കൊണ്ടാണോ ഇതിൻ്റെ ഇമോഷണൽ പാട്ടുണ്ടോ. പെപ്പ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ ഇമോഷണൽ പാട്ട് കൊണ്ടാണ്. എനിക്ക് ശരിക്കും പെപ്പ എടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാര്യം ഞാൻ പെപ്പ എടുത്ത് കഥ പറയാൻ ചെല്ലുമ്പോൾ പെപ്പ ഒരു കോളേജ് പയ്യനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ മറ്റേ വിനീതവാസ്തവൻ്റെ ഭർത്ത് അല്ല ലൈല മേരില്ലേ. അപ്പം അവിടെ ഞാൻ കഥ പറയാൻ ചെല്ലുന്നത്. അപ്പം അയാളോട് ഞാൻ പറയുന്നത് 35 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടിയുള്ള ഒരാളുടെ ക്യാരക്ടറാണ്. പക്ഷേ പുള്ളി കഥ കേട്ടിട്ട് അളിയാൻ നമുക്ക് ചെയ്യാം എന്ന് അപ്പം തന്നെ പറഞ്ഞു. അപ്പം അയാൾ ആസ് എൻ ആക്ടർ അയാൾ എക്സ്പ്ലോർ ചെയ്യാൻ ഫിലിം മേക്കേഴ്സാണ് അയാളെ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യണം. ഒരു എന്താ പറയുക ഓസം ടാലൻ്റാണ്. ഇനിയും സീനം കൊടുത്താൽ മതി, ആള് നന്നായിട്ട് പെർഫോം ചെയ്യും. നമ്മൾ പോയിട്ട് ഇടാ ഇങ്ങനെയും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഒരു ഗംഭീര പെർഫോമർ. ഉറപ്പായിട്ടും ഇപ്പോൾ പെപ്പയുടെ ഈ ക്യാരക്ടർ ട്രൈറ്റ് തന്നെയാണ് പടത്തിന് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ടെമ്പർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു, തോൽവി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്തൊരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ഫിസിക്കൽ ട്രെയിനിങ് ഭയങ്കരമായിട്ട് പറയേണ്ടത്. പെപ്പെ വെയിറ്റ് ലൂസ് ചെയ്ത ഒരു ഇനോർമസ് എമൗണ്ട് ഓഫ് വെയിറ്റ് ലോസ്. ഈ ഘട്ടത്തിലൊക്കെ ഈ പെപ്പെ ആസ് എ പെർഫോമറും കൂടെ നിങ്ങൾ വീക്ഷിക്കുകയാണല്ലോ ഇത് കാണുന്നത്. എങ്ങനെയായിരുന്നു പെപ്പയുടെ ഈ ഫ്രം സ്റ്റാർട്ട് ടു ഷൂട്ട് വരെയുള്ളൊരു ദിനങ്ങൾ എങ്ങനെയായിരുന്നു ശരിക്കും കഥ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്ന് പുള്ളിക്ക് അണ്ടർസ്റ്റുഡ് ആയിരുന്നു. പുള്ളി കൊച്ചിയിൽ വന്നു, നമ്മൾ പ്രൊഡക്ഷൻ എടുത്തു കൊടുത്ത വീട്ടിൽ താമസം തുടങ്ങി. അവിടെ നമ്മുടെ പ്രൊഡ്യൂസർ അച്ചു ബേബി ജോണോ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡയറ്റും ജിമ്മും പ്ലസ് ബോക്സിങ്ങും ഇത് ചെയ്തു. ഇത് ചെയ്യുന്ന സമയത്ത് അതായത് ആദ്യത്തേക്ക് ഒരു സ്റ്റേജ് വരുമ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നുന്ന ഒരു അവസ്ഥ വരും. അതിപ്പോൾ ആർക്കായാലും വരും. പക്ഷേ ഒരിക്കൽ പോലും ഇത് അതായത് മെയിൽ തുടങ്ങിയതാ, ഈ പടത്തിൻ്റെ ഷൂട്ട് തീരുന്നത് നവംബറിലാണ്. ഇത്രയും കാലം ഇതേ റുട്ടീൻ ഫോളോ ചെയ്തു. ജിം ഉണ്ടായിരുന്നു, ബോക്സിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഡയറ്റ് ഉണ്ടായിരുന്നു. അതായത് പുള്ളി
എന്താ പറയുക ഒരു പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിക്കുന്നത് കാണുന്നത് ക്ലൈമാക്സിലേക്കൊക്കെ എടുക്കുമ്പോൾ, കാരണം ഭയങ്കര ലീൻ ആവണമായിരുന്നല്ലോ. അപ്പം ആ ടൈമിലൊക്കെ ഒരിക്കൽ പോലും അയാൾ പരാതി പറയുകയോ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോവുകയോ ഒന്നും ചെയ്തില്ല. എനിക്കിത് ചെയ്യണം, ഇത് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളൊരു സാധനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്പാറിങ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വീഴുകയാണ്. അത് ആക്ച്വലി ആ ദിവസം ഒരു 3-4 സ്പാറിങ് ഒരേ ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ദേഹത്ത് ഇടി വീഴുന്നുണ്ടായിരുന്നു. ആ ഇടി വീണിട്ട് അയാൾക്ക് പ്രോപ്പറായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അയാളുടെ ഡെഡിക്കേഷനും അയാളുടെ ശരിക്കും ദാവീദിന് കിട്ടിയിരിക്കുന്ന ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് തിങ് പെപ്പയുടെ ഡെഡിക്കേഷനാണ്. അയാൾ കൊടുത്തിട്ടുള്ള, അയാൾ ചോര നീരാക്കിയാണ് ഈ പടം ചെയ്തേക്കുന്നത്. അതാണ് സത്യം. ഈ ദാവീദ് ഇപ്പോൾ ഈ സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് തരുന്നതിന് പ്രധാനപ്പെട്ട പങ്ക്, ഇപ്പോൾ നമ്മൾ സൗണ്ട് ഡിസൈനറിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചു, പക്ഷേ നമ്മൾ സംസാരിക്കാത്തതാണല്ലോ. ഇപ്പോൾ DOP സൈഡായാലും മ്യൂസിക്, സാലു ആസ് എ DOP ആയാലും, ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് ആയാലും, രാകേഷ് ആയിട്ട് രാകേഷ് ശർമ്മ. ഈ 3 പേരുടെ ഒരു കോംപ്രഹെൻസീവ് ആയ ഒരു വർക്കും കൂടി ഉണ്ടല്ലോ. അപ്പോൾ സാലു ഇപ്പോൾ മുന്നേ നോക്കുകയാണെങ്കിൽ ജിയോ ബേബി സിനിമകൾ ഷൂട്ട് ചെയ്ത, അങ്ങനെ നമുക്ക് ഈ ഭയങ്കര എക്സ്ട്രാ ഇതായിട്ടുള്ളൊരു വിഷ്വൽ നമ്മൾ സാലുവിൻ്റെ നിന്ന് കണ്ടിട്ടില്ല ഇതുവരെ. ഭയങ്കര ബിഗ് സ്ക്രീനിൽ അങ്ങനത്തെ ഒരു വിഷ്വൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇപ്പോൾ ജസ്റ്റിൻ ത്രൂ ഔട്ട് ഇപ്പോൾ 3 അടുപ്പിച്ച റിലീസായിരുന്നു. രാകേഷ് ആറിൻ്റെ എഡിറ്റിംഗ്. ഈ കോംപ്രഹെൻസീവ് ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് പാറ്റേൺ എങ്ങനെയായിരുന്നു ഈ 3 ടെക്നീഷ്യൻസിൻ്റെ? സാലു ആക്ച്വലി സുഹൃത്താണ്. സാലു ഞങ്ങളോടൊരു ഫ്ലാറ്റിലൊക്കെ താമസിച്ചിട്ടുണ്ട്. സാലു SRFT കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പം സാലു ആക്ച്വലി SRFT പഠിക്കുമ്പോൾ തന്നെ അവിടെ സിനിമാറ്റോഗ്രാഫി ആണല്ലോ പഠിച്ചത്, അല്ലാതെ ഇന്ന പർട്ടിക്കുലർ പടം എടുക്കുന്ന രീതിയല്ലല്ലോ പഠിച്ചിട്ട് വന്നത്. അപ്പം ഒരു അപ്രഖ്യാപിത വിജയ് ഫാനാണ്. അപ്പം അതുകൊണ്ട് സിനിമകളുടെ ഭയങ്കര ആരാധകരുമാണ്. മഹേഷ് ബാബു പടങ്ങൾ ആദ്യ ദിവസം ലുലുവിൽ പോയി കാണുന്ന ഗാങ്ങിൽ സാലു ഉണ്ട്. സാലു സിനിമയിലേക്ക് ക്യാമറാമാനായിട്ട് സോ കോൾഡ് കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയിലേക്ക് വിളിക്കുന്നതിൽ ഒരു സെക്കൻഡ് ഔട്ടിൻ്റെ അവൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വിളിച്ചു, സാലു വന്നു. സാലു അത് ഏറ്റവും ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം ഞാൻ ആ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ ക്ലൈമാക്സ് ഭംഗിയായതിൽ ഏറ്റവും വലിയ ഘടകം അദ്ദേഹത്തിൻ്റെ ലൈറ്റപ്പും അദ്ദേഹത്തിൻ്റെ ആംഗിളുകളും അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസുമാണ്. ഒന്ന് അദ്ദേഹത്തിന് അതായത് ആ ഫൈറ്റ് റിയലിസ്റ്റിക് ആവണം, അതിനോടൊപ്പം തന്നെ അതിൽ ഡ്രാമ വർക്കാവണം, അതിനോടൊപ്പം തന്നെ ക്യാമറ ആർട്ടിസ്റ്റുമായിട്ട് മൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ആ ഫസ്റ്റ് ഹാഫ് ഫാമിലി എമോഷൻസ് ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ അവരുമായിട്ട് ട്രാവൽ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആശാൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേന് കുറച്ചുകൂടെ സ്റ്റേബിളായി, കമ്പോസ്ഡായി. അവിടെ നമ്മൾ ജിബ് ഷോട്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇൻപുട്സൊക്കെ ആ എന്താ പറയുക ഒരു ഡിസ്കഷൻ സ്റ്റേജിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻപുട്ട് വളരെ 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 വലുതായിരുന്നു സിനിമയ്ക്ക്. പിന്നെ ഈവൻ ലൈറ്റപ്സ് തന്നെ, പിന്നെ കളേഴ്സ് തന്നെ, വില്ലന് കൊടുക്കുന്ന കളേഴ്സ്, ഹീറോയ്ക്ക് കൊടുക്കുന്ന കളേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വിഷനോടെയാണ് സാലു. ചിലപ്പോൾ സാലുവിൻ്റെ മുന്നേ കണ്ടത് നമ്മൾ കൂടുതലും ഈ നാച്ചുറൽ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഭയങ്കര എസ്തെറ്റിക് ആയ ഭയങ്കര മൊമെന്റ്സിൽ മാത്രം ചിത്രീകരിക്കുന്ന ഇതാണല്ലോ കണ്ടിരിക്കുന്നത്. അത് മാറി ഭയങ്കര ലൈറ്റപ്പ് ചെയ്തൊരു ഷോട്ടൊക്കെ സാലുവിൻ്റെ നിന്ന് കാണുന്നത് ആദ്യം. അതുകൊണ്ടായിരുന്നു ശരിക്കും എനിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് മലയാള സിനിമയോട് പറയാനുള്ളത്, അപ്പോൾ അവൻ എന്തും മിടുക്കനായ ക്യാമറമാനാണ്, രണ്ടും ചെയ്തില്ലേ. അപ്പോൾ അയാളെയൊക്കെ ഇനിയും ഒരുപാട് മികച്ച സിനിമകൾക്കും അതിനോടൊപ്പം തന്നെ മികച്ച മാസ് സിനിമകൾക്കും യൂട്ടിലൈസ് ചെയ്യണം പറ്റുന്ന ക്യാമറമാനാണ്, ഗംഭീര ക്യാമറമാനാണ്. ജസ്റ്റിനിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മ്യൂസിക്കാണ് എന്ന് നമ്മുടെ എഴുത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. ഇപ്പം എൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച സൗണ്ടിങ് ഉള്ള, ഏറ്റവും മികച്ച പാട്ടുകൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് ജസ്റ്റിൻ. ചാവേറിനെ കുറിച്ചൊക്കെ നമുക്കിനി അഭിപ്രായം പോലും ഇല്ല, ഇതിലും മേളിൽ എന്തോ ഇനി നന്നാക്കാൻ, അത് ഗംഭീരമാണ്. അപ്പം അങ്ങനെ ചെയ്തൊരാൾ നമ്മുടെ ക്രൂവിൽ വേണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ സിനിമ നമ്മൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ദ മ്യൂസിക് ഡയറക്ടർ ഏറ്റവും കിടിലമായിട്ടൊരാൾ വേണം. അപ്പോൾ പ്രൊഡക്ഷൻ തന്നെ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ, കാരണം പ്രൊഡക്ഷൻ തൊട്ടുമുമ്പ് വാലിബനാണ് ചെയ്തത്, ടിൻചേട്ടനൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ ജസ്റ്റിൻ എന്ന് പറഞ്ഞു നമുക്കൊരു സെക്കൻഡ് തോട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലുമില്ല. അദ്ദേഹം വന്നു, അദ്ദേഹം ഏറ്റവും ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തു തന്നു. നമുക്ക് ഭയങ്കര, അതായത് ഞങ്ങൾ ആ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിലറിയാവുന്ന 2 പേരുകളെ ഉണ്ടായിരുന്നുള്ളൂ.
ഒന്ന് ജസ്റ്റിൻ വർഗീസും, 2 രംഗനാഥ് രവിയും. ഇവരുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ടെക്നീഷ്യൻസിനെയൊക്കെ നോക്കി പടം കാണുന്ന ഈ കാലഘട്ടത്തിൽ ആ 2 പേരുകൾ ഞങ്ങളുടെ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അവർ അതിനുള്ള ഇതും തന്നു. രാകേഷ് എന്ന് പറഞ്ഞാൽ രാകേഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ രാകേഷ് കൂടെ തീവണ്ടിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങിയത്. ഞാൻ കൽക്കിയിൽ അസോസിയേറ്റ് ആകുമ്പോൾ രാകേഷ് എഡിറ്റിങ്ങിലേക്ക് എത്തി. രാകേഷും ഞാനും ഒരുമിച്ച് സിനിമകൾ കാണാറുണ്ട്. അപ്പം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഒരു എഡിറ്ററെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, അത് രാകേഷ് ഇവിടെ ഉണ്ടല്ലോ. അപ്പം രാകേഷ് ചെയ്തത് ആവാസവ്യൂഹം, കൃഷാന്തേട്ടൻ്റെ സിനിമകളായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് ആവാസവ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ രാകേഷ് എന്താ പറയുന്ന അത് സ്ക്രാച്ചിൽ നിന്ന് ആ സിനിമ ബിൽഡ് ചെയ്ത് എടുക്കുന്നത് നേരിട്ട് കണ്ട ഒരാളാണ്. കാരണം ആ കാലഘട്ടത്തിൽ 2018-19 ആ ഒരു കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ആണെന്ന് തോന്നുന്നു. അതെ, ആ ടൈമിലൊക്കെ ഈ ആമസോണും മുബിയൊക്കെ അവൻ്റെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ഞാൻ ഈ പടമൊക്കെ കാണുന്നത്. അപ്പോൾ അവൻ അവിടുന്ന് ഇത് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ രാകേഷിൻ്റെ ടാലൻറ്റിനെ കുറിച്ചിട്ട് എനിക്കൊരു ഡൗട്ടുമില്ല. അപ്പം ഞാൻ ആക്ച്വലി രാകേഷ് ചെറുമടം എന്ന് ഞാൻ എൻ്റെ പ്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്ഷൻ ആക്ച്വലി കൊമേഴ്ഷ്യൽ സിനിമ ചെയ്തിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ അച്ചു ബേബി ജോൺ ആവാസവ്യൂഹം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ആവാസവ്യൂഹം കണ്ടിട്ടുണ്ട്, അതൊരു ഔട്ട്സ്റ്റാൻഡിങ് സിനിമയാണ്, അത് ചെയ്ത് എഡിറ്ററാണെങ്കിൽ നമുക്ക് തിരിച്ചൊന്നും ചിന്തിക്കണം. അപ്പോൾ ഇതിന് രാകേഷ് വന്നു. പിന്നെ രാകേഷ് തിരക്കഥ ഇതിൽ തന്നെ വന്നിട്ടുണ്ടായത്. കാരണം നമുക്കൊരു മൊണ്ടാഷ് ഏരിയാസ് കുറേ ഉള്ളൊരു പടമാണ് ദാവീദ്. അതൊക്കെ സത്യം പറഞ്ഞാൽ എഡിറ്റിൽ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഇതാണ്. ആ സമയത്ത് രാകേഷ് ആക്ച്വലി ഈവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഷോർട്സ് എനിക്ക് വേണം എന്ന് രാകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഫൈറ്റ് മാസ്റ്റർ രാകേഷും കൂടെ ഏറെക്കുറെ 1.5 മന്ത്സ്, അതായത് ഒരു മാസം പകുതി 1.5 മാസം ഇരുന്നിട്ടാണ് ആ ക്ലൈമാക്സ് ഫൈറ്റ് എഡിറ്റ് തീർത്തത്. അതിൽ ഞങ്ങളുടെ അതായത് ക്യാമറ, മ്യൂസിക്, സൗണ്ട്, എഡിറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് PC സ്റ്റൺസ്. അപ്പം അദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോലും ഒരു 6-7 തവണ കൊച്ചി വന്നു. ഏതാണ്ടൊരു 15-20 ദിവസം ഞങ്ങളോടൊപ്പം ത്രൂ ഔട്ട് നമ്മളോടൊപ്പം ഇരുന്നിട്ട് തിരിച്ചു പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഞങ്ങൾ പാക്ക് ചെയ്ത് പടം കണ്ട് പുള്ളി പറഞ്ഞിട്ട് ഇമോഷൻ വർക്കാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും എഫേർട്ട്, കാരണം ഞങ്ങൾ ഒരു പറ്റം പുതിയ ടെക്നീഷ്യൻസിൻ്റെ ഒരു എഫേർട്ടാണ് ദാവീദ്. അതിൽ ഞങ്ങൾ 100% കൊടുത്ത പടമാണ് ഇത്. എല്ലാവരും കൂടെ ശരിക്കും ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം എടുത്ത് ദാവീദ് പറയുന്നില്ല എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ, ഈവൻ മേക്കപ്പ് ആയാലും പ്രദീപേട്ടൻ ചെയ്ത കോസ്റ്റ്യൂമുണ്ട് ഫസ്റ്റ് സീക്വൻസിന് വേണ്ടിയിട്ട്. അപ്പം എന്താണോ എയിൽ ക്രിയേറ്റ് ചെയ്തത് അത് ഞാൻ പുള്ളിക്ക് കൊടുത്തു. പുള്ളി അതേ കൂട്ട് ആൻ്റണി പെപ്പേനെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് തന്നു. അപ്പോൾ ഒരു മേക്കപ്പ് മാൻ എന്നൊക്കെ പറയുമ്പോൾ 72 ദിവസവും എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക. ഞാൻ കണ്ടിട്ടുള്ള മേക്കപ്പ് മാൻ 2 ദിവസം കഴിയുമ്പോൾ പോകും. ഈ പുള്ളി അർഷാദ് ഖാൻ 71 ദിവസവും നമ്മളോട് ട്രാവൽ ചെയ്യുകയാണ്. ഇപ്പം ഒരു സംവിധായകൻ, പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ഒരു സിനിമയുടെ അല്ലെങ്കിൽ എൻ്റെ സക്സസ് ആയിരിക്കും എൻ്റെ സ്ട്രഗിൾസിൻ്റെ പേ ഓഫ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ ക്രൂ ആണ് എൻ്റെ സ്ട്രഗിൾസിൻ്റെ പേ ഓഫ്. ലിറ്ററലി എന്നെ ഞെട്ടിച്ചളഞ്ഞ ക്രൂ ആണ്. അപ്പോൾ ഒരു ബസ്സിൽ മറ്റേ എന്താ പറയുന്ന റിഗ് വന്നില്ല ബസ്സിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ. എൻ്റെ അടുത്ത് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാബുവേട്ടൻ വന്നിട്ട് പറഞ്ഞ്, മോനെ ഞാൻ ഓടുന്ന വണ്ടിയുടെ മേലെ ക്രെയിൻ ഇടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അയാൾ അത് ഇട്ട് കാണിക്കുന്ന ആളാണ്. വള്ളത്തിനകത്ത് പ്ലാറ്റ്ഫോം ഇടാൻ പറ്റിയില്ല, ആ ജിബ് വള്ളത്തിലിട്ടിട്ട് എനിക്കത് ഷോർട്സ് എടുത്ത് തന്നു യൂണിറ്റുകാർ. അതായത് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് അസാമാന്യ മഴയുള്ളൊരു കാലഘട്ടത്തിലാണ്. ഒരു ജൂൺ ജൂലൈ ടൈമിൽ. ആ ജൂൺ ജൂലൈ ടൈമിൽ ആ ഷൂട്ട് നടന്നത് അവർ റെയിൻകോട്ട് ഇട്ട് ലൈറ്റും പിടിച്ച് നിന്നുകൊണ്ടാണ്. അപ്പം ശരിക്കും എൻ്റെ സ്ട്രഗിൾസിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് സക്സസ് അല്ല, എനിക്ക് കിട്ടിയ ക്രൂവും എനിക്ക് കിട്ടിയ പ്രൊഡക്ഷനുമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇപ്പം ബ്രോ ഇപ്പോൾ പറഞ്ഞ ക്ലൈമാക്സ് അല്ലേ, ആ ക്ലൈമാക്സ് സംഭവിച്ചത് അവർ പറഞ്ഞോണ്ടല്ലേ. അപ്പോൾ അത്രയും സിനിമയെ പാഷനേറ്റായിട്ട് സ്നേഹിക്കുന്ന ആളുകളായിരുന്നു.
പിന്നെ പ്ലസ് ഞാൻ ചോദിച്ചതെല്ലാം ദാവീദ് തന്നു. എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഇപ്പം സെഞ്ച്വറിയിലെ കൊച്ചുമോൻ സാറാണ് ലൈനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മൾ പാഷൻ എന്ന് പറയും, പക്ഷേ ഞാൻ റിയൽ പാഷൻ കണ്ടത് ആ 72-കാരനിലാണ്. അയാൾ എൻ്റെ കൂടെ ആ മെയ് മാസത്തെ ചൂടത്ത് ലൊക്കേഷൻ കാണാൻ വരും. ഈ സിനിമയിൽ ഒരു ദിവസം സിനിമയായിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തെ പോലുള്ള പിന്നെ എഴുത്തിൻ്റെ സമയത്ത് അദ്ദേഹം ചില തിയേറ്റർ മൊമെൻറ്റ്സ് പിക്ക് ചെയ്യുന്നതിൽ കൊച്ചുമോൻ സാർ കാണിക്കുന്നൊരു ഇതുണ്ട്. അവൻ്റെ ആ കണ്ണിലിടിക്കുന്ന ആ സാധനമില്ലേ, ഇവിടെ കൈയടി വീഴൂടാ മോനെ എന്ന് പുള്ളി പറഞ്ഞ അവിടെ വീഴ്ത്തിയിട്ടുണ്ട്. കാരണം അത്രയും തിയേറ്റർ മൊമെൻറ്റ്സ് അറിയാവുന്ന. അപ്പം ശരിക്കും എൻ്റെ ഒരു 8 years സ്ട്രഗിളാണ് ഈ സിനിമ എടുക്കാനായിട്ട് ഞാൻ ട്രാവൽ ചെയ്തത്. കാരണം 2017 കൊച്ചി വരുന്നു, ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അഡ്വർടൈസിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നു, കുറേ കഥകൾ ഡിസ്കസ് ചെയ്യുന്നു, ആർട്ടിസ്റ്റിനെ കാണുന്നു, ദാവീദ് സംഭവിക്കുന്നു. അപ്പോൾ ആ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു. ആ ട്രാവലിൻ്റെ പേ ഓഫ് സംഭവിച്ചത് ഇത്രയും മനോഹരമായ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ. എനിക്ക് തോന്നുന്നു ദാവീദിൻ്റെ ഒരു അടിവരയിട്ട് പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പുതിയ ടീം അതിൻ്റെ നിങ്ങളൊരു ലോഞ്ച് സിനിമ. അപ്പോൾ നിങ്ങൾ സിനിമ സ്വപ്നം കാണുന്ന ഈ പറഞ്ഞ ടെക്നീഷ്യൻസ്, നിങ്ങൾ ഈ ജേർണി തുടരുന്നു, നിങ്ങൾ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്നൊക്കെ നിങ്ങളുടെ സിനിമ കാണുന്ന വരുമ്പോൾ ഒരു ടീമിനെയും കൂടെ ലോഞ്ച് ചെയ്യണല്ലോ. അതെ. അതായത് മലയാളത്തിൽ ഞങ്ങൾ കുറച്ച് പേര് സിനിമാ മോഹികൾ, സിനിമ അന്വേഷികൾ വന്നിട്ടുണ്ടേ. ഞങ്ങളുടെയാണ് ദാവീദ്. ഇനി ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിലും നല്ല സിനിമ അടുത്തതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയുക, അതൊക്കെ തിരുത്തി അതിലും നല്ല സിനിമയായിട്ട് വീണ്ടും വരും. ദാവീദിന് ശേഷമുള്ളൊരു പ്ലാനും കൂടെ ഉണ്ടോ? തീർച്ചയായിട്ടും ദാവീദിന് ശേഷം ഉള്ള പ്ലാന് ഇപ്പം ആൻ്റണി ആക്ച്വലി ദാവീദ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എടാ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അതൊരു അപ്രിസിയേഷനായിട്ട് ഫീൽ ചെയ്തു. പിന്നെ മറ്റൊരു പ്രൊഡ്യൂസർ വന്നു, ആക്ച്വലി ഞങ്ങൾക്ക് ദാവീദ് പോലെ തിയേറ്ററിൽ ഓടുന്നൊരു പടം എടുത്ത് തരണം എന്ന്. അപ്പം ദാവീദ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അടുത്ത പ്രോസസ്സിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് ദാവീദിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ആക്ഷൻ വെബ് സീരീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ദാവീദിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഷിബു ബേബി ജോൺ സാർ വന്നിട്ട് പറഞ്ഞു, ഗോവിന്ദ അതിൻ്റെ എഴുത്ത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടുമാണ് ഇനി ദാവീദ് കഴിഞ്ഞാൽ ഉള്ള പരിപാടി. മനസ്സിലുള്ളത് ഇപ്പം ആക്ഷൻ എന്നുള്ള രീതി തന്നെയാണ്. ഇമോഷൻസും വേണം, ആക്ഷനും ഉണ്ടാവണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ഷൻ ഷൂട്ട് ചെയ്യാൻ, പക്ഷേ അതിനോടൊപ്പം തന്നെ ഇമോഷൻസ് ഷൂട്ട് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും, അടുത്ത പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.